जय राधा माधवा जय कुंज बिहारी जय राधा माधवा जय कुंज बिहारी जय राधा माधवा जय कुंज बिहारी
भवति नैष्टिके मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं श्रीचैतन्यमीश्वरं श्रीपरमानन्दमाधवं। ഭഗവത്ഗീത അധ്യായം 14 ശ്ലോകം 7. രജോരാഗാത്മകം വിദ്ധി തൃഷ്ണാസംഗസമുദ്ഭവം തന്നിബന്ധാന്തി കൗന്ദേയ കർമ്മസംഗേന ദേഹിനം. രജോരാഗാത്മകം വിദ്ധി തൃഷ്ണാസംഗസമുദ്ഭവം തന്നിബന്ധാന്തി കൗന്ദേയ കർമ്മസംഗേന ദേഹിനം. രജോരാഗാത്മകം വിദ്ധി തൃഷ്ണസംഗസമുദ്ഭവം തന്നിബന്ധാതി കൗന്ദേയ കർമ്മസംഗേന ദേഹിനം. രജോരാഗാത്മകം വിദ്ധി കൃഷ്ണസംഗസമുദ്ഭവം തന്നിബന്ധാതി കൗന്ദേയ കർമ്മസംഗേന ദേഹിനം. രജോരാഗാത്മകം വിദ്ധി കൃഷ്ണസംഗസമുദ്ഭവം തന്നിബന്ധാന്തി കൗന്ദേയ കർമ്മസംഗേന ദേഹിനം. രജോരാഗാത്മകം വിദ്ധി കൃഷ്ണസംഗസമുദ്ഭവം തന്നിബന്ധാതി കൗന്ദേയ കർമ്മസംഗേന ദേഹിനം. രജോരാഗാത്മകം വിദ്ധി തൃഷ്ണാസംഗസമുദ്ഭവം തന്നിബന്ധാതി കൗന്ദേയ കർമ്മസംഗേന ദേഹിനം. രജോരാഗാത്മകം വിദ്ധി തൃഷ്ണസംഗസമുദ്ഭവം തന്നിബന്ധാതി കൗന്ദേയ കർമ്മസംഗേന ദേഹിനം. രജോരാഗാത്മകം വിദ്ധി കൃഷ്ണസംഗസമുദ്ഭവം തന്നിബന്ധാതി കൗന്ദേയ കർമ്മസംഗേന ദേഹിനം. രജോരാഗാത്മകം വിദ്ധി കൃഷ്ണസംഗസമുദ്ഭവം തന്നിബന്ധാതി കൗന്ദേയ കർമ്മസംഗേന ദേഹിനം. വിവർത്തനം. അല്ലയോ കുന്തി നന്ദന, അളവറ്റ തൃഷ്ണ ആധിക്യത്താൽ നിന്നുളവാകുന്നതത്രേ രജോഗുണം. ദേഹസ്ഥനായ ജീവനെ അത് ഭൗതികമായ ബലോദിഷ്ട കർമ്മങ്ങളിൽ കുടുക്കിയിടുന്നു. ഭാവാർത്ഥം. സ്ത്രീ പുരുഷന്മാർക്ക് തമ്മിലുള്ള ആസക്തിയാണ് രജോഗുണത്തിന്റെ മുഖ്യ സ്വഭാവം. സ്ത്രീക്ക് പുരുഷനിലും പുരുഷന് സ്ത്രീയിലും ആകർഷണമുണ്ട്. ഇതിനെ രജോഗുണമെന്ന് പറയുന്നു. ഈ രജോഗുണം വളരുമ്പോൾ ഭൗതിക സുഖങ്ങളിലുള്ള താല്പര്യവും വർദ്ധിക്കും. ഇന്ദ്രിയ സുഖാസ്വാദനങ്ങളിൽ മതി വരാതെയാകും. രജോഗുണ സ്വഭാവിയുടെ ആസക്തി ഇന്ദ്രിയ സുഖാനുഭവങ്ങളിലാണ്. അവ നേടണമെങ്കിൽ അയാൾക്ക് രാഷ്ട്രീയത്തിലോ സമൂഹത്തിലോ ഉയർന്ന പദവി ലഭിക്കണം. സന്തുഷ്ടമായ കുടുംബജീവിതം വേണം. നല്ല വീടും നല്ലവരായ മക്കളും ഭാര്യയും ഉണ്ടാവണം. ഇവയെല്ലാം രജോഗുണത്തിന്റെ ഉൽപ്പന്നങ്ങളാണ്. ഇവയ്ക്ക് വേണ്ടി പരക്കം പായുന്നിടത്തോളം കാലം അവർക്ക് കഠിന പ്രയത്നം ചെയ്യേണ്ടി വരുന്നു. അതുകൊണ്ടാണ് അയാൾ തൻ്റെ കർമ്മഫലങ്ങളിൽ ആസക്തനാകുകയും അങ്ങനെ അത്തരം കർമ്മങ്ങളാൽ ബന്ധിതനായി തീരുകയും ചെയ്യുന്നത് എന്ന് ഇവിടെ ഊന്നിപ്പറയുന്നത്.
ഭാര്യ മക്കളെയും സമൂഹത്തെ സന്തോഷിപ്പിക്കാനും തൻ്റെ അന്തസ്സ് നിലനിർത്താനും വേണ്ടി അയാൾക്ക് നിരന്തര പ്രയത്നം തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഭൗതിക ലോകം മുഴുവൻ പ്രായേണ രജോ ഗുണ ബാധിതരെന്ന് വേണം പറയാൻ. ആധുനിക സംസ്കാരം രജോ ഗുണത്തിൻ്റെ നിലവാരത്തിൽ പുരോഗമിച്ചതായി കരുതപ്പെടുന്നു. മുൻകാലങ്ങളിൽ പുരോഗമനാവസ്ഥ സത്വഗുണത്തിൽ അധിഷ്ഠിതമാണെന്ന് കരുതിപ്പോകുന്നു. സത്വഗുണത്തിലുള്ളവർക്ക് പോലും മുക്തി സിദ്ധിക്കുന്നില്ലെങ്കിൽ രജോ ഗുണത്തിൽ കുടുങ്ങിപ്പോയവരുടെ നിലയെപ്പറ്റി എന്ത് പറയാനാണ്? ഓമജ്ഞാനതിഭ്രാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരന്മിലിതമേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. നമോ വിഷ്ണുപദായ കൃഷ്ണകൃഷ്ണായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമനെ നമസ്തേ സാരസ്വതി ദേവേ ഗൗരവാണി പ്രചാരണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരണി വാഞ്ചാകൽപതരൂപശ്യ കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവ വൃന്ദ കീ ജയ. ശ്രീല പ്രഭുപാദ കീ ജയ. ഗുരുദേവ കീ ജയ. ഹരേ കൃഷ്ണ. ഇവിടെ പുതുതായിട്ട് വന്ന എല്ലാ ഭക്തർക്കും സ്വാഗതം. അഞ്ചാമല പ്രഭു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വന്നു. പ്രഭുവിന് സ്വാഗതം. ഭഗവത്ഗീതയിലെ 14-ാം അധ്യായമാണ് നമ്മളിന്ന് വായിച്ചത്. 14-ാം അധ്യായത്തിലെ 7-ാം ശ്ലോകം. ഇവിടെ രജോ ഗുണത്തെക്കുറിച്ച് ആണ് പറയുന്നത് ഭഗവാൻ. നമ്മൾ ഭഗവത്ഗീത പഠിതാക്കളാണ്. നമ്മൾ പഠിച്ചു വന്നിരുന്നു 3 ഗുണങ്ങൾ ഈ ഭൗതിക ലോകത്തിലുണ്ട് എന്ന് നമ്മൾക്കറിയാം. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. 3 ഗുണങ്ങളും നമ്മൾ ഈ ഭൗതിക ലോകത്തില് ബന്ധനത്തിൽ പെടുത്തിയിരിക്കുകയാണ്. പുതുതായിട്ട് ഭഗവത്ഗീത ക്ലാസ്സിൽ വരുന്നവർക്ക് ചിലപ്പം ഈ ഗുണങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ അതൊരു പുതിയ അറിവുകൾ പോലെ ആയിട്ട് തോന്നും. അതുകൊണ്ട് ഞാൻ അടിസ്ഥാനപരമായിട്ട് ഇന്ന് ഈ ക്ലാസ് പറയുകയാണ്. എങ്കിലേ അവർക്കും അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. ഗുണമെന്ന വാക്കിന് കയറെന്നൊരു അർത്ഥമുണ്ട്. നമ്മളിപ്പോൾ ഒരു നായ്ക്ക് എല്ലായിടത്തും സഞ്ചരിക്കണമെന്നും പല കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ നായെ നമ്മൾ വീട്ടിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. കെട്ടിയിടുമ്പം അതിന് സഞ്ചാര സ്വാതന്ത്ര്യം കുറയും. നമ്മൾ ഏത് കയർ വെച്ച് അതിനെ കെട്ടിയിടുന്നു, ഏത് കയറായാലും അതിന് സഞ്ചാര സ്വാതന്ത്ര്യം കുറയും. നമ്മൾ ഓടിൻ്റെ കയർ വെച്ച് കെട്ടുന്നു, ചിലപ്പോൾ വെള്ളിയുടെ കയർ വെച്ച് നമ്മൾ കെട്ടുന്നു, ചിലപ്പോൾ സ്വർണത്തിൻ്റെ കയർ വെച്ച് കെട്ടുന്നു. 3 കയറാണെങ്കിലും അത് നമ്മളെ ബന്ധനത്തിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പം അതേപോലെ ഈ ഭൗതിക ലോകത്തില് നമ്മളെല്ലാവരും നമുക്കെല്ലാം അറിയാം. നമ്മൾ ഈ ശരീരം ഉണ്ട്. നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ ഒരു ശരീരമുണ്ട്, യൗവനം പ്രായത്തിലൊരു ശരീരമുണ്ട്, വാർദ്ധക്യത്തിൽ ഒരു ശരീരമുണ്ട്. ആ ശരീരത്തിലൂടെ ഞാനെന്ന വ്യക്തി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ ഒരു വലിയൊരു ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ട്രെയിൻ ഒരു 10 ബോഗി ഉണ്ടെന്ന് വിചാരിക്കുക. ഏറ്റവും പുറകിലത്തെ ബോഗിയിൽ നിന്ന് നമ്മൾ എഞ്ചിനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പുറകിലത്തെ ബോഗിയിൽ നിന്ന് നമ്മൾ എഞ്ചിനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പുറകിലത്തെ ബോഗിയെ നമുക്ക് വേണമെങ്കിൽ ജനനമായിട്ട് കണ്ടു കഴിഞ്ഞാൽ അടുത്ത ബോഗി വരുമ്പം യൗവനകാലം, അടുത്ത ബോഗി വരുമ്പം മധ്യവയസ്ക, അതിൻ്റെ അടുത്ത ബോഗി വരുമ്പം വാർദ്ധക്യം, എഞ്ചിൻ എന്ന് പറഞ്ഞാൽ മരണം. അങ്ങനെ വേണമെങ്കിൽ നമുക്കതിനെ കാണാം. ഈ ഒരു വ്യക്തി ഈ ഓരോരോ ബോഗികൾ മാറി 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 എഞ്ചിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെയാണ് നമ്മൾ ഈ ശരീരത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വിചാരിക്കും ജനിച്ചപ്പോൾ ഉള്ള ശരീരം തന്നെയാണ് എനിക്ക്. പക്ഷേ നിരന്തരം ഒരു മെഡിക്കൽ പെർസ്പെക്റ്റീവിൽ നോക്കിക്കഴിഞ്ഞാൽ നിരന്തരം ഈ ശരീരം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ കയറി വന്നപ്പോൾ ഉള്ള ശരീരമല്ല നമ്മൾ തിരിച്ച് പോകുമ്പോൾ ഉള്ള ശരീരം.
ഒരുപാട് ചുവന്ന രക്തകോശാണുക്കൾ മരിക്കുന്നുണ്ട്, പുതിയത് ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ നിരന്തരം നമ്മുടെ ശരീരത്തിൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാനെന്ന വ്യക്തിത്വം ആ കുഞ്ഞായിരിക്കുമ്പോൾ വ്യക്തിത്വം തന്നെയാണ് യൗവനകാലത്തിലും വാർദ്ധക്യത്തിലും മരണത്തിലും ഉള്ളത്. അപ്പം ഒരു ട്രെയിനിലൂടെ, ഒരു ട്രെയിനിൻ്റെ ഏറ്റവും ബാക്കിലെ ബോഗിയിൽ നിന്ന് എൻജിനിലേക്ക് ഒരാൾ നടന്നു വരുമ്പം ഓരോരോ ബോഗികൾ മാറി മാറിയാണ് അയാൾ കടന്ന് എൻജിനിലേക്ക് എത്തിച്ചേരുന്നത്. അതേപോലെ ആത്മാവ്, ഈ ജീവിതം എന്ന് പറഞ്ഞാൽ ഓരോരോ ശരീരങ്ങൾ കടന്ന് വരുന്നത്. നമ്മൾ വിചാരിക്കും മരണത്തിലാണ് ശരീരം നശിക്കുന്നതെന്ന്. പക്ഷെ അല്ല, ഓരോ മിനിറ്റിലും ശരീരം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ ശരീരം ചേഞ്ച് ചെയ്താലും ആ വ്യക്തി അതേപോലെ ഉണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഇന്ന് ഈ ഗോപി ശ്രദ്ധിച്ച്, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കും, അതിഥി ശ്രദ്ധിക്കും. നമ്മൾ ഇവിടെ വന്നു, നമ്മൾ ഇങ്ങനെ പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഈ ശരീരത്തിൽ പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ എവിടുന്നാ വന്നത്, എവിടേക്കാണ് നമ്മളിത് ഈ ശരീരം കഴിഞ്ഞിട്ട് പോകേണ്ടത്? അതോ ഈ ശരീരത്തോടു കൂടിയാണോ ഞാൻ ജനിക്കുന്നത്, മരണത്തോടു കൂടി ഞാൻ അവസാനിക്കുകയാണോ? ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ നമുക്ക് കുട്ടിക്കാലത്തെ, നമ്മുടെ യൗവനകാലത്തിലെ നമുക്കുണ്ട്. കൊച്ചു കുട്ടികൾക്ക് വരെ ചിലപ്പോൾ കാണും, 5, 6, 7, 8 വയസ്സിലുള്ള കുട്ടികൾക്ക് വരെ അത് കാണും. ഞാൻ എന്താണ് യഥാർത്ഥത്തിൽ ഈ ലോകത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പക്ഷെ പലപ്പോഴും ഭൗതിക ലോകത്തിൽ നമുക്ക് ആ ചോദ്യങ്ങൾ വന്നാൽ കൂടി പലരും പറയും അതിനെക്കുറിച്ച് ബോധറിയണ്ട, ഇപ്പം നമുക്ക് പഠിക്കാൻ നോക്കൂ, ഇപ്പം ജോലിയാണ് പ്രധാനം എന്നുള്ള പല നിർദ്ദേശങ്ങൾ നമുക്ക് പലപ്പോഴും കിട്ടും. അതിന് ശരിക്കും കാരണം അത് ചോദിച്ചാൽ അതിന് ഉത്തരം പറയാൻ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും അറിയില്ല. അതുകൊണ്ട് അവർ സൗകര്യപൂർവ്വം ആ ചോദ്യങ്ങൾ, കുട്ടികൾക്കുണ്ടാകുന്ന ആ ചോദ്യങ്ങൾ സൗകര്യപൂർവ്വം മറക്കാനായിട്ട് ആവശ്യപ്പെടും. പക്ഷെ അതുകൊണ്ട് നമ്മുടെ യഥാർത്ഥ പ്രശ്നം തീരുന്നില്ല. നമ്മൾ ഒരു ജേണിയിലാണ്. ഞാൻ പറഞ്ഞു, പല ശരീരങ്ങൾ മാറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ജേണിയിലാണ്. ആ ജേണി എങ്ങോട്ടാണ് പോകുന്നത്, എവിടുന്നാണ് വന്നത്, ഇതൊക്കെ നമ്മൾ അറിയേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മൾ ഇവിടുന്ന് ഒരു ട്രെയിൻ കയറിപ്പോയി എന്ന് വിചാരിച്ചു. ട്രെയിൻ കാശ്മീർ വരെയുള്ള ട്രെയിനാണ്. പക്ഷെ നമുക്ക് പോകേണ്ടത് ഡൽഹിയിലാണ്. അപ്പം ഞാൻ ഡൽഹിയിൽ എപ്പോഴാണ് എത്തുന്നത്, എവിടെ വച്ചാണ് ഇറങ്ങേണ്ടത്, എത്ര സ്റ്റോപ്പ് കഴിഞ്ഞാണ് ഇറങ്ങേണ്ടത്, ഏതാണ് ഡൽഹിയിൽ എത്തുന്നതിന് മുമ്പുള്ള സ്റ്റോപ്പ്, അതൊക്കെ നമുക്കറിയാം. കേസ് നമ്മൾ വിട്ടുപോയാലും അടുത്ത സ്റ്റോപ്പ്, ഡൽഹി കഴിഞ്ഞിട്ടുള്ള സ്റ്റോപ്പ്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ ത്രിഗുണങ്ങളുടെ സ്വാധീനതയിൽ എങ്ങോട്ടെങ്കിലും പോയിക്കോളും. അപ്പം നമ്മളെല്ലാവരും ഈശ്വരന്റെ ലോകത്തിലുള്ളവരാണ്. ഓരോ ജീവജാലങ്ങളും ഈശ്വരന്റെ ലോകത്തോട് സന്തോഷത്തോടെ കഴിഞ്ഞ ജീവജാലങ്ങളാണ്. നമുക്ക് ഈശ്വരന് നമ്മളോട് സ്നേഹമുള്ളത് കൊണ്ടാണ് നമ്മളെ ഓരോരുത്തരെയും ഈശ്വരൻ വിസ്തരിച്ചിരിക്കുന്നത്. ആ സ്നേഹം എന്ന് പറയുന്നത് എപ്പോഴും സ്വാതന്ത്ര്യത്തിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. സ്നേഹം ഒരിക്കലും നമുക്ക് ഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല, സ്വാതന്ത്ര്യത്തിൽ അടിസ്ഥാനപ്പെടുത്തി. അതുകൊണ്ട് ഈശ്വരന്റെ ചെറിയ കണമാണ് നമ്മളെല്ലാം ആയതുകൊണ്ട് ഈശ്വരന്റെ എല്ലാ സ്വാതന്ത്ര്യവും നമുക്കുമുണ്ട്. അപ്പൊ ഈശ്വരൻ്റെതായ ആ ചെറിയ സ്വാതന്ത്ര്യം നമുക്കുള്ളത് കൊണ്ട് നമുക്ക് ഈശ്വരനെ അവഗണിക്കുകയോ ഈശ്വരനെ സ്വീകരിക്കുകയോ ഈശ്വരനോടൊപ്പം സ്നേഹിച്ച് ജീവിക്കുകയോ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളെപ്പോലുള്ള എല്ലാ ജീവജാലങ്ങളും, ഇപ്പം നമ്മളിവിടെ കൂടിയിരിക്കുന്നവരും നമുക്ക് ചുറ്റുമുള്ള ജീവജാലങ്ങളെല്ലാം ഈശ്വരനിൽ നിന്ന് തിരിച്ച് മാറി ഈ ഭൗതിക ലോകത്തിലേക്ക് വന്ന ജീവജാലങ്ങളാണ്. ഈശ്വരനിൽ നിന്ന് മാറി നമ്മളെല്ലാവരും ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന നമ്മൾക്ക് ശരിയായ മാർഗനിർദ്ദേശം നൽകാൻ വേണ്ടി ഈശ്വരൻ തന്നെ പരമാത്മ രൂപേണ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും വന്നിട്ടുണ്ട്. ഒരിക്കലും ഭഗവാൻ നമ്മളെ ഉപേക്ഷിക്കത്തില്ല. നമ്മളോട് ഭഗവാൻ, നമ്മളിപ്പോൾ അച്ഛനമ്മയായാലും അവർക്കറിയാം, അവരുടെ കുട്ടി വളരെ സ്നേഹത്തോടെ അവർ കൂടെ വളർന്നാലും അവർ പുറത്തു പോയാലും, കുട്ടി പുറത്തു പോയാലും എപ്പോഴും ആ കുട്ടിയിൽ ആ അച്ഛനമ്മമാരുടെ കണ്ണുണ്ടാവും. അതേപോലെ ഭഗവാൻ തൻ്റെ പ്രതിനിധി അല്ലെങ്കിൽ തൻ്റെ റിഫ്ലക്ഷനായ പരമാത്മാവിനെയും നമ്മളോടൊപ്പം ഈ ഭൗതിക ലോകത്തിലേക്ക് വിട്ടിട്ടുണ്ട്. എപ്പോഴാണ് ആ ജീവാത്മാവ് ആത്മാർത്ഥമായിട്ട് ഭഗവാനിലേക്ക് നോക്കുന്നത്, ആ സമയം അതിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടി ഭഗവാൻ എപ്പോഴും ജീവജാലങ്ങളുടെ കൂടെ ഉണ്ടാവും. ഒരിക്കലും
ഭഗവാന്റെ രണ്ട് ശക്തിയിലാണ്. ഒന്ന് ആത്മീയ ലോകത്തില് ഭഗവാൻ എപ്പോഴും ആത്മീയ ശക്തിയിലാണ്, നമ്മളും ആത്മീയ ശക്തിയുടെ കൂടെയാണ്. പക്ഷെ നമ്മൾ ആ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്ത് ഈ ഭൗതിക ലോകത്തിലേക്ക് വന്നപ്പം നമ്മൾ ഭഗവാന്റെ ഭൗതിക ശക്തിയിലാണ്. ഭൗതിക ശക്തിയുടെ 3 കാര്യങ്ങളാണ് ത്രിഗുണങ്ങൾ: സത്വം, രജസ്, തമസ്. നമുക്ക് തൃശൂലം കണ്ടിട്ടില്ല, അതിനകത്ത് 3 ഇതുണ്ട്. അതേപോലെ സത്വ, രജസ്, തമസ് ഈ ഭൗതിക ലോകത്തിൽ ഈ 3 ഗുണങ്ങൾ കൊണ്ട് നമ്മൾ വലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സമുദ്രത്തിലെ തിര പോലെയാണ്. ഒരു സത്വഗുണത്തിന്റെ തിര വരും, രജോ ഗുണത്തിന്റെ തിര വരും, തമോ ഗുണത്തിൽ. ഇത് നമ്മളെ അതിന്റെ ദിശയിൽ സഞ്ചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഉദാഹരണത്തില് ഇപ്പം എനിക്ക് ഒരു വ്യക്തിക്ക് സത്വഗുണത്തില് പ്രചോദിതനായ വ്യക്തിയാണെന്ന് വെച്ചാൽ അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ ബുക്ക് വായിക്കും, കൂടുതൽ പ്രഭാഷണങ്ങൾ കേൾക്കും, കൂടുതൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള താല്പര്യമുണ്ട്. ഇങ്ങനെ സത്വഗുണ പ്രധാനങ്ങളായിട്ടുള്ള കാര്യങ്ങളിൽ എൻഗേജ് ചെയ്യാനായിട്ട് ഒരു വ്യക്തിക്ക് താല്പര്യമുണ്ട്. അങ്ങനെ അയാൾ നടക്കുമ്പം അയാൾക്ക് കാണും മറ്റു ആൾക്കാർ സിഗരറ്റ് വലിക്കുന്നു, മദ്യപിക്കുന്നു, അവർ തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നു. ചിലരിങ്ങനെ ഈ ജീവിതത്തിന് ഒരു അർത്ഥവുമില്ലാതെ ഇങ്ങനെ സഞ്ചരിക്കുന്നു. രജോ ഗുണത്തിലുള്ളവർ സഞ്ചരിക്കുന്നു, തമോ ഗുണത്തിലുള്ളവർ ആലസ്യത്തിലും നിദ്രയിലും മദ്യവും മയക്കുമരുന്നിലും അടിമപ്പെട്ടിരിക്കുന്നു. ഞാനാണെങ്കിൽ എല്ലാവരെയും സഹായിക്കുന്നു, ഞാൻ എല്ലാവർക്കും നല്ലത് കൊടുക്കുന്നു, നല്ല കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്നു. ഇങ്ങനെ സത്വഗുണത്തിലുള്ള ഒരാൾ ഇതെല്ലാം കണ്ടു വരുമ്പം ക്രമേണ അയാളിൽ ഒരു അഹംഭാവം ജനിക്കും. ഞാൻ മറ്റുള്ളവരെക്കാട്ടിലും ഉന്നതനാണ് എന്നുള്ളൊരു അഹംഭാവം അയാൾക്ക് വരും. നമുക്കറിയാം, ഒരാൾ തൻ്റെ നേട്ടങ്ങൾ ഇങ്ങനെ വീണ്ടും ഞാൻ അത് ചെയ്തു, ഇത് ചെയ്തു, ഞാൻ ഇത്രയും നല്ലയാളാണ്, ഇങ്ങനെ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ അഹംഭാവം ആണ് സത്വഗുണത്തിലെ കയർ. ക്രമേണ നമുക്ക് അത് വരും. നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ സ്റ്റഡിയായിട്ട് കുറച്ച് നാൾ ചെയ്തു വരുമ്പോഴത്തേന് മറ്റുള്ളവരെക്കാട്ടിലും ഉന്നതനാണ് എന്നുള്ളൊരു സ്വഭാവം നമുക്ക് വന്നു ചേരുക സത്വഗുണത്തിൽ. രജോ ഗുണത്തിലാകട്ടെ, രജോ ഗുണത്തിലാണ് പ്രായണ എല്ലാവരും എന്നാണ് ഇതിനകത്ത് ശ്രീല പ്രഭുപാദ് പറഞ്ഞിരിക്കുന്നത്. രജോ ഗുണത്തില് എപ്പോഴും മത്സര ബുദ്ധിയാണ്. ഞാൻ മറ്റൊരാളെക്കാട്ടിലും ജയിച്ചു വരണം, അല്ലെങ്കിൽ മറ്റൊരാള് എൻ്റെ അത്രയും ആകാൻ പാടില്ല. അസൂയയും മത്സര ബുദ്ധിയാണ് രജോ ഗുണത്തിൽ. പ്രായണ എല്ലാവർക്കും അത് തന്നെയാണ് ഈ ഭൗതിക ലോകത്തിലുള്ളത്. 99% ആൾക്കാരും രജോ ഗുണത്തിലാണ് പ്രവർത്തിക്കുന്നത്. എപ്പോഴും മറ്റുള്ളവരെ തോൽപ്പിച്ച് എനിക്ക് മുന്നോട്ട് വരണം, മറ്റുള്ളവരെക്കാട്ടിലും ധനം എനിക്ക് വേണം, മറ്റുള്ളവരെക്കാട്ടിലും സുഖസൗകര്യങ്ങൾ എനിക്ക് വേണം, പേരും പ്രശസ്തി എനിക്ക് വേണം. ഇതാണ് രജോ ഗുണത്തിൽ സംഭവിക്കുന്നത്. തമോ ഗുണത്തിലാകട്ടെ ആലസ്യവും നിദ്രയുമാണ് പ്രധാനം. അവിടെ എപ്പോഴും സ്വന്തം കാര്യം മാത്രമേ ഇവിടെ ചിന്ത വരത്തുള്ളൂ. രജോ ഗുണത്തിൽ മറ്റൊരാളെ കമ്പയർ ചെയ്യുമെങ്കിലും ചെയ്യും. തമോ ഗുണത്തിലാകട്ടെ മറ്റൊരാരെയും കമ്പയർ ചെയ്യണ്ട, മറ്റാരോടും ചിന്തിക്കണ്ട, എൻ്റെ കാര്യം മാത്രം ഞാൻ നോക്കിയാൽ മതി. ചിലവര് ഇങ്ങനെ കൃത്യമായിട്ട് ജോലിക്ക് പോകും, ഭക്ഷണം കഴിക്കും, ഉറങ്ങും, ജോലിക്ക് പോകും, ഭക്ഷണം കഴിക്കും, ഉറങ്ങും, വേറെ ഒന്നും ചിന്തിക്കത്തില്ല, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. മദ്യത്തിലും മയക്കുമരുന്നിലും എനിക്ക് എങ്ങനെയും എൻജോയ് ചെയ്താൽ മതി, മദ്യത്തിലും മയക്കുമരുന്നിലും അടിമപ്പെട്ട് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അവർക്ക് ഈ നല്ല കാര്യങ്ങൾ പറയുന്ന അരോചകമായിട്ട് തോന്നും, തെറ്റായ കാര്യങ്ങൾ വളരെ സന്തോഷമായിട്ട് തോന്നും. അപ്പം അതാണ് തമോ ഗുണത്തിൽ. അപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുക സത്വഗുണമാണ് ഏറ്റവും ഉന്നതം. പക്ഷെ സത്വഗുണത്തിലും ബന്ധനമുണ്ട്. സത്വഗുണത്തിലും നമ്മൾ അഹംഭാവത്താൽ ബന്ധിതനായി തീരുകയാണ് ചെയ്യുന്നത്. രജോ ഗുണത്തില് നമ്മൾ മത്സര ബുദ്ധി കൊണ്ട് ബന്ധിതനായി തീരുകയാണ് ചെയ്യുന്നത്. ഒരുപാട് അതിയായ ആഗ്രഹങ്ങളും മത്സര ബുദ്ധിയും കൊണ്ട് ബന്ധിതനായി തീരും. തമോ ഗുണത്തില് നിദ്ര, ആലസ്യം, മന്ദത, വ്യാമോഹം, ഒന്നിനെ മറ്റൊന്നായി ചിന്തിച്ചുള്ള വ്യാമോഹത്തിലൊക്കെ അടിമപ്പെട്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും നമ്മളെ ശരിക്കും ആഴത്തിൽ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ 3 ഗുണം നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ ഓരോ പ്രവൃത്തിയിൽ വരെ ഈ 3 ഗുണങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പം നമ്മളെല്ലാവരും ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ കാറിലായിരിക്കും, വണ്ടിയിലായിരിക്കും വരുന്നത്. അപ്പം ആരെങ്കിലും എന്തെങ്കിലും നമ്മളോട് തെറ്റായ രീതിയിൽ പെരുമാറുകയോ നമ്മളോട് തന്നെ ദേഷ്യപ്പെടുകയും അത് ഒക്കെ ചെയ്യും.
ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഭഗവാനെ കുറിച്ച് ചിന്തിക്കുമ്പം നമ്മൾ ചിലപ്പോൾ സത്വഗുണത്തിലായിരിക്കും ഇരിക്കുക. ഇത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ തെറ്റായ ഏതെങ്കിലും അസോസിയേഷനിൽ പോവുകയാണെങ്കിൽ അവരുടെ അസോസിയേഷനിലെടുത്ത് നമ്മൾ തമോ ഗുണത്തിൽ പോകും. അപ്പോൾ 1 മണിക്കൂറിനുള്ളിൽ തന്നെ ചിലപ്പോൾ സത്വഗുണത്തിലും രജോ ഗുണത്തിലും തമോ ഗുണത്തിലും ഒരു വ്യക്തി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഭൗതിക സമുദ്രം അല്ലെങ്കിൽ ഭൗതിക സാഗരം എന്ന് പറയുന്നത്. സാഗരത്തിൽ ഒരു തിര വന്ന് മാറി മറ്റൊരു തിര വന്ന് മാറി ഇതിലിങ്ങനെ ഒരു ജീവാത്മാവ് പൊന്തിക്കിടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എവിടെയും ഡയറക്ഷൻ ഇല്ല. നമുക്ക് എന്താണ് അപ്പം തോന്നുന്നത് അതിനനുസരിച്ച്, സത്വഗുണമാണ് തോന്നുന്നെങ്കിൽ അതിനനുസരിച്ച് പോകും. എവിടെയാണ് നമ്മൾ പോകുന്നത്, എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒരു ഉദ്ദേശവുമില്ല. നമ്മളിങ്ങനെ പോയിക്കോളും. നമ്മുടെ ജീവിതത്തിൽ ഇത് ഞാൻ ആരോടും പറയേണ്ട ആവശ്യമില്ല. നമ്മൾ സ്വയം നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസത്തെ പുറകോട്ടെടുത്ത് വായിച്ച് നോക്കിയാൽ നമ്മൾ ഈ 3 ഗുണങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ജീവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓരോ നിമിഷവും നമ്മളതിൽ അതുകൊണ്ടാണ് ജീവാത്മാക്കളെ ബദ്ധ ആത്മാക്കൾ എന്ന് പറയുന്നത്. നമ്മളിതിൽ കണ്ടീഷൻഡാണ്. ഒന്നെങ്കിൽ സത്വഗുണത്തിൽ കണ്ടീഷൻഡാണ്, രജോ ഗുണത്തിൽ തമോ ഗുണത്തിൽ അല്ലെങ്കിൽ മിശ്രം. ഇതിലിങ്ങനെ പോയി സത്വഗുണത്തിൽ പൂർണ്ണമായിട്ട് ഒരാൾക്ക് ഇരിക്കാൻ പറ്റില്ല, രജോ ഗുണത്തിലും ഇരിക്കാൻ പറ്റില്ല, തമോ ഗുണത്തിലും ഇരിക്കാനായിട്ട് പറ്റില്ല. ഇത് മാറി മാറി വന്നുകൊണ്ടോ. നമ്മൾ ഈ ഭഗവത്ഗീത ക്ലാസ്സുകൾക്കും ഇതൊക്കെ കേൾക്കാനൊക്കെ വരുമ്പം നമുക്ക് അതിൻ്റെ ഒരു നെസസിറ്റി തോന്നണം. നെസസിറ്റി തോന്നണം എന്ന് വെച്ചാൽ എന്തുകൊണ്ട് ഞാൻ ഇതൊക്കെ കേൾക്കണം, എന്തുകൊണ്ട് മനസ്സിലാക്കണം. കാരണം ഞാനിപ്പോൾ സ്വതന്ത്രനല്ല എന്നുള്ള കാര്യം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ സ്വാതന്ത്ര്യത്തിൻ്റെ ഈ പാത നമുക്ക് തിരഞ്ഞെടുക്കാനോ അല്ലെങ്കിൽ അതിനെ ആഴത്തിൽ നമുക്ക് ഗ്രഹിക്കാനോ പറ്റുള്ളൂ. നമ്മൾക്ക് സ്വതന്ത്രനാണ്, ഞാൻ എൻ്റെ ഇഷ്ടമനുസരിച്ച് എന്തും ചെയ്യും എന്ന് വിചാരിച്ചാൽ നമുക്ക് ഈ ഭഗവത്ഗീതയും ആത്മീയ ശാസ്ത്രങ്ങളൊന്നും മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. അത് ജസ്റ്റ് വൺ അമംഗ് ദി അനദർ. നമ്മൾ ഒരു സിനിമ കണ്ടു, ഇന്ന് ഭഗവത്ഗീത ക്ലാസ് കിട്ടും, നാളെ വേറെ എന്തെങ്കിലും ചെയ്തു, മറ്റും അങ്ങനെ 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 എല്ലാത്തിൻ്റെയും കൂടെ ഒരു കാര്യമായിട്ട് മാറും. നമ്മൾ സ്വതന്ത്രരല്ല. എൻ്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ എൻ്റെ ഡെസ്റ്റിനി എനിക്ക് തീരുമാനിക്കാൻ പറ്റുന്നില്ല എന്ന അറിവിലാണ് ഒരു വ്യക്തിയുടെ ആത്മീയ ജീവിതം യഥാർത്ഥത്തിൽ തുടങ്ങുന്നത്. ആ റിയലൈസേഷനിലാണ് തുടങ്ങുന്നത്. അവിടുന്നേ അയാൾക്ക് തുടങ്ങാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഉപരിപ്ലവമായിട്ട് ആത്മീയ ജീവിതത്തിൽ വരും, പക്ഷേ നമുക്ക് ആ ഒരു റിയലൈസേഷൻ സാക്ഷാത്കാരം ഇല്ലെങ്കിൽ നമുക്കത് സാധിക്കില്ല. ശീല പ്രഭുപാദിനോട് ഒരു വട്ടം ശീല പ്രഭുപാദ് AC ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ അതിൽ ആ ചെയറിൽ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ ആഗ്രഹപ്രകാരം ലോകമെമ്പാടും കൃഷ്ണബോധം സ്ഥാപിച്ചത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും 70ാമത്തെ വയസ്സിലാണ് അദ്ദേഹം അമേരിക്കയിലേക്ക് പോയി അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ ആജ്ഞപ്രകാരം ഈശ്വരാബോധം എല്ലായിടത്തും പ്രചരിപ്പിച്ചത്. അദ്ദേഹം 11 വർഷമേ പിന്നെ ജീവിച്ചിരുന്നുള്ളൂ. 70 വയസ്സിലെത്തിയിട്ട് ആ 11 വർഷം കൊണ്ട് ലോകമെമ്പാടും കൃഷ്ണബോധ പ്രസ്ഥാനങ്ങളും സ്ഥാപനങ്ങളും അദ്ദേഹം സ്ഥാപിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് നയിക്കുന്നത്. അങ്ങനെ ഈ പ്രസ്ഥാനത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ ഇവിടുത്തെ ഇസ്കോൺ കൃഷ്ണ ബലറാം ക്ഷേത്രം. അപ്പം അവിടെ നമ്മളെല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ വന്നവരിൽ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ആ ക്ഷേത്രത്തിൻ്റെ ആ ക്ഷേത്രത്തിനെ സഹായിക്കുന്ന ഒരു സത്സംഗമാണ് ഇവിടെ ഇപ്പം നിങ്ങൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ശീല പ്രഭുപാദ് ആ ഒരു ക്ലാസ്സിലിരുന്ന സമയത്ത് ഒരു ഹിപ്പി ഇങ്ങനെ പ്രഭുപാദ് ഇതേ തത്വങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ശരീരമല്ല, ആത്മാവാണ്. ആത്മാവ് ഈ ത്രിഗുണങ്ങളുടെ സ്വാധീനതയിൽ വലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ത്രിഗുണങ്ങളുടെ സ്വാധീനതയിൽ നിന്ന് ആത്മാവിന് തിരിച്ച് ഈശ്വരൻ്റെ അടുത്തേക്ക് പോകണം. അപ്പം നമ്മളിപ്പോൾ ബദ്ധരാണ് എന്ന് പറഞ്ഞു. ഉടനെ ആ ഹിപ്പി ഉയർന്ന് ചോദിച്ചു, ഞാൻ സ്വതന്ത്രനാണ്. അദ്ദേഹം ആർഗ്യൂ ചെയ്തു, തിരിച്ച് ആത്മീയ ആചാര്യനോട് തിരിച്ച് ആർഗ്യൂ ചെയ്യാണ് അദ്ദേഹം, ഞാൻ സ്വതന്ത്രനാണ്. പിന്നെ ശീല പ്രഭുപാദ് വളരെ എളുപ്പത്തിൽ അദ്ദേഹത്തിനെ തോൽപ്പിച്ചു, വളരെ ഈസി ആയിട്ട്. എന്നിട്ട് അദ്ദേഹം പ്രഭുപാദ് ആ വ്യക്തിയോട് ചോദിച്ചു, നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പം ആ ഒരു റോഡിൽ നിന്നിട്ട് നിങ്ങൾ ആ റോഡ് ക്രോസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ വലത്തും ഇടത്തും നോക്കുമോ എന്ന് ചോദിച്ചു. ഉടനെ ആ ഹിപ്പി പറഞ്ഞു, നോക്കും, എങ്കിൽ നിങ്ങൾ ഇപ്പോഴും ബന്ധിതനാണ് എന്ന് ശീല പ്രഭുപാദ് പറഞ്ഞു. കാരണം മരണം എന്ന ഇതിനെ ഭയന്നത് കൊണ്ടാണ് ആ വ്യക്തി
നിസ്ത്രൈഗുണ്യ ഭവാർജുന എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ഈ വേദങ്ങളിലും മറ്റു കാര്യത്തിലെല്ലാം ഈ ത്രിഗുണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതിലും ഉപരിയായിട്ട് വരാനായിട്ടാണ് ഭഗവാൻ പറഞ്ഞു തരുന്നത്. ഇപ്പം ഉപരിയായിട്ട് വരിക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? 3 ഗുണങ്ങൾ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഈ 3 ഗുണത്തിൽ എന്തുകൊണ്ടാണ് എനിക്ക് ഈ 3 ഗുണങ്ങൾ എന്നെ സ്വാധീനിക്കുന്നത്? എനിക്ക് മറ്റുള്ളവരെക്കാട്ടിലും വലുതായി എന്നുള്ള ഇതാണ് സത്വഗുണം എന്നെ ബന്ധിക്കാൻ കാരണം. എനിക്ക് മറ്റുള്ളവരോട് മത്സരിച്ച് ജയിക്കണം എന്നുള്ള കാരണമാണ് എനിക്ക് രജോ ഗുണം എന്നെ ബന്ധിക്കാൻ കാരണം. എൻ്റെ മാത്രം കാര്യം മതി, മറ്റാരെയും ചിന്തിക്കേണ്ട എന്ന മനോഭാവമാണ് തമോ ഗുണം എന്നെ ബാധിക്കുന്നത്. അപ്പൊ ഈ 3 കാര്യങ്ങളും 3 ഡിസയർ അനുസരിച്ചാണ് വരുന്നത്, 3 ആഗ്രഹങ്ങൾ അനുസരിച്ചാണ് വരുന്നത്. ഇപ്പൊ ഭക്തി അല്ലെങ്കിൽ യോഗ സിസ്റ്റം എന്ന് പറഞ്ഞാല് ഇതിനെക്കുറിച്ച് ചിന്തിക്കാതെ, ഇതിനെക്കുറിച്ചുള്ള ധാരണ മാറ്റിവെച്ച് നമ്മുടെ ബോധത്തെ ഈശ്വരനിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് ചെയ്യുന്നത്. നമുക്ക് ബോധം ഈശ്വരനിലാണെങ്കിൽ ഈ 3 ഗുണങ്ങളും നമ്മളെ സ്വാധീനിക്കത്തില്ല. 3 ഗുണങ്ങൾ അനുസരിച്ചുള്ള സാഹചര്യങ്ങൾ നമുക്ക് വരും, പക്ഷെ സ്വാധീനിക്കത്തില്ല. അതാണ് ഭഗവാൻ പറയുന്നത്, മാത്രാസ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖദുഃഖത അഗമപായനോ നിത്യാസ താം തിദിക്ഷസ്വ ഭാരത. ഈ വേനൽക്കാലവും മഞ്ഞുകാലവും പോലെ സുഖവും ദുഃഖവും ഇടകലർന്ന് വന്നുകൊണ്ടിരിക്കും. നീ അതിനെ ടോളറേറ്റ് ചെയ്യണം. അതിനെ ടോളറേറ്റ് ചെയ്തിട്ട് ഭഗവാനിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യണം. അപ്പം അതാണ് നമുക്ക് അങ്ങനെ നമ്മുടെ അവബോധം എപ്പോഴും ഈശ്വരനിൽ നിൽക്കുകയാണെങ്കിൽ, നമ്മൾ പറഞ്ഞല്ലോ സത്വഗുണം അനുസരിച്ച് ഞാൻ ഒരു സ്ഥലത്ത് പോകും, രജോ ഗുണം അനുസരിച്ച് ഒരു സ്ഥലത്ത് പോകും, തമോ ഗുണം അനുസരിച്ച് ഒരു സ്ഥലത്ത് പോകും. എൻ്റെ ബോധം ഈശ്വരനിലാണെങ്കിൽ ഞാൻ ഈശ്വരൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകും. അവിടെയാണെങ്കിൽ ഈ സത്വഗുണം രജോ ഗുണം തമോ ഗുണത്തിന്റെ സ്വാധീനതയില്ല. ആത്മീയപരമായിട്ട് എന്നും സ്വാതന്ത്ര്യത്തോടുകൂടി, പൂർണ്ണ സന്തോഷത്തോടുകൂടി, പൂർണ്ണ അറിവോടുകൂടി ഈശ്വരനോടൊപ്പം നമുക്ക് കഴിയാനായിട്ട് സാധിക്കും. അപ്പൊ അതാണ് എല്ലാ ശാസ്ത്ര ഗ്രന്ഥങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ഇവിടെ ഞാൻ ഇത് ബേസിക് ആയിട്ട് ഇത്രയും പറയാനുള്ള കാരണം ഈ ഒരു ശ്ലോകത്തിലേക്ക് വരാൻ വേണ്ടിയാണ്. കാരണം ഇത് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഈ ശ്ലോകം എക്സ്പ്ലെയിൻ ചെയ്താൽ പുതുതായിട്ട് വരുന്ന വ്യക്തികൾക്ക് ഈ ഗുണത്തിനെ കുറിച്ചൊന്നും മനസ്സിലാകത്തില്ല. ഈ 3 ഗുണത്തെ അതിക്രമിക്കുക എന്നുള്ളതാണ് എല്ലാ മതഗ്രന്ഥങ്ങളുടെയും ഉദ്ദേശം. ഇപ്പൊ നമ്മൾ ബൈബിൾ എടുക്കുകയാണെങ്കിൽ 10 കൽപ്പനകൾ പറയുന്നുണ്ട്. അതിലെന്താണ് ഉദ്ദേശിക്കുന്നത്? ക്രമേണ ഒരു വേള സത്വഗുണത്തിലേക്ക് കൊണ്ടുവരാണ്. ദോ ഷാൽ നോട്ട് കിൽ, നീ ഒന്നിനെയും കൊല്ലരുത്, ഒരു കൽപ്പനയാണ്. അതേപോലെ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക, അതും ഒരു കൽപ്പനയാണ്. ഇതൊക്കെ എന്താണ് നമ്മൾ ചെയ്യുന്നത്? നമ്മൾ രജോ ഗുണത്തിലും തമോ ഗുണത്തിലുള്ളവരെ നമ്മളെ സത്വഗുണത്തിൽ അറ്റ്ലീസ്റ്റ് ആ ഒരു തലത്തിലേക്കെങ്കിലും ഉയർത്താൻ വേണ്ടിയുള്ളതാണ് ഇതെല്ലാം നമുക്ക് നൽകപ്പെടുന്നത്. എല്ലാ ശാസ്ത്ര ഗ്രന്ഥങ്ങളും നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. ബുദ്ധമതത്തിൽ അഹിംസ പറയുന്നുണ്ട്, ഒന്നിനെ കൊല്ലരുത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇസ്ലാം മതത്തില് പരിപൂർണമായ ഒരേ ഒരു ഈശ്വരനെയുള്ള നമ്മുടെ ഫോക്കസ് എവിടെയും പോകരുത്, ഒറ്റ ഒരു ഈശ്വരനിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യണം. നമുക്ക് എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം പറഞ്ഞു വരുന്നത് ആത്യന്തികമായിട്ട് ഒരേ ഒരു കാര്യമാണ് നമുക്ക് ധാരണ നമുക്ക് നൽകുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഈ രജോ ഗുണത്തിന്റെ കാര്യമാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞു തരുന്നത്. രജോ ഗുണത്തില് അളവറ്റ തൃഷ്ണാധിക്യത്താൽ നിന്നുളവാകുന്ന അത്രേ രജോ ഗുണം. ദേഹസ്ഥനായ ജീവനെ അത് ഭൗതികമായ ഫലോദിഷ്ട കർമ്മങ്ങൾ കൊടുക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അത്രയധികം ആഗ്രഹങ്ങളോടുകൂടി പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. സ്ത്രീ പുരുഷ ബന്ധമാകട്ടെ, നമ്മൾ വീട് വയ്ക്കുന്ന കാര്യങ്ങളാകട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഭൗതികമായ ആഗ്രഹങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ പ്രവർത്തിച്ചു വരുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ അടിസ്ഥാനം എന്താണ്? നമ്മളിപ്പം ഞാൻ ഒരുപാട് ഇപ്പം നമുക്കൊരു ഒരു എലക്ഷൻ കഴിഞ്ഞു, എന്തുമാത്രം പണവും എന്തുമാത്രം എഫേർട്സും എല്ലാം എടുത്തിട്ടാണ് ഒരു എലക്ഷൻ നടത്തിയിരിക്കുന്നത്, എന്തുമാത്രം. പക്ഷെ അതിൽ ജയിച്ചു വരുന്ന ഓരോ വ്യക്തികളുടെയും അടിസ്ഥാനപരമായിട്ടുള്ള ഇതിലേക്ക് വരുമ്പോൾ എന്തുവാണ് അവർ ചിന്തിക്കുന്നത്? ഓക്കെ,
സ്വാഭാവിക കർമ്മങ്ങൾക്കിടയിലും നടക്കും. ഇപ്പോ ഒരമ്മയ്ക്ക് ഒരു കുട്ടിയുണ്ട്, വീട്ടിലൊരു കുട്ടിയുണ്ട്, അയൽപക്കത്തും ഒരു കുട്ടിയുണ്ട്. അമ്മയ്ക്ക് അയൽപക്കത്തെ കുട്ടിയെ ഓർക്കണമെങ്കിൽ അമ്മയ്ക്ക് വളരെയധികം ശ്രദ്ധയോടെ അത് ഓർക്കണം എന്നുള്ള ധാരണയിൽ ഓർത്തുകൊണ്ടിരുന്നാലേ ആ അയൽപക്കത്തെ കുട്ടിയെ ഓർക്കാൻ പറ്റും. പക്ഷെ സ്വന്തം കുട്ടിയെ ഓർക്കാനും ഒരു എഫേർട്ടിന്റെ ആവശ്യമില്ല, ഈസി ആയിട്ട് പറ്റും.
നമുക്ക് എടുത്തെടുത്ത് വരുമ്പം നമ്മുടെ ഹൃദയത്തിന് ഭഗവാനുള്ള സ്നേഹം ഡെവലപ്പ് ചെയ്ത് വരും. അത് ക്ഷമയോടെ നമ്മൾ ചെയ്യണം, ഇടയ്ക്ക് വിട്ട് കളയരുത്. സ്പിരിച്വൽ കാര്യങ്ങളെല്ലാം സബ്റ്റിലാണ്, പെട്ടെന്ന് നമുക്ക് അറിയത്തില്ല. ഇപ്പോൾ ഒരാൾ ഇവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലും ഫുഡ് തന്നാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട് വിശപ്പൊക്കെ മാറിയത്. പക്ഷെ ആത്മാവിൽ ടച്ച് ചെയ്യുന്ന കാര്യങ്ങൾ സബ്റ്റിലാണ്, അത് സൂക്ഷ്മമാണ്, അത് പെട്ടെന്ന് നമുക്ക് ആ വ്യത്യാസം അറിയില്ല. പക്ഷെ ഒരാൾ സ്റ്റഡി ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ ഒരു 10 വർഷം കഴിഞ്ഞ് അയാളെ കാണുമ്പോൾ അയാൾ എൻറ്റയർലി ഡിഫറെൻറ്റ് പേഴ്സൺ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് നമ്മുടെ ഹൃദയത്തിലെ അഴുക്കുകൾ പതുക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ക്രമേണ ഓരോ വട്ടം ജപിക്കുമ്പോഴും ഈശ്വരനോട് എനിക്ക് അവിടുത്തെ സേവനം നൽകണമേ എന്നാണ്. ഈശ്വരനുമായിട്ട് നമ്മുടെ ബന്ധം സ്നേഹത്തിലും സേവനത്തിലും അടിസ്ഥാനപ്പെടുത്തിയാണ്. എനിക്ക് പരിശുദ്ധമായ സ്നേഹവും സേവനവും നൽകണമേ എന്നുള്ള മനോഭാവത്തിൽ നമ്മൾ ജപിക്കും. ഞാൻ ഒരു യോഗിയാണെന്നോ ഞാൻ വലിയ ജപിക്കുന്ന ആളാണെന്നോ വലിയ ഭക്തനാണെന്നോ ഉള്ള ബോധമില്ലാതെ ഈശ്വര എനിക്ക് അവിടുത്തെ സേവനം നൽകണമേ, എനിക്ക് അതിനുള്ള അർഹതയില്ല എങ്കിലും അന്ന് എനിക്ക് അവിടുത്തെ സേവനം നൽകണമേ, ആ ഒരു മനോഭാവത്തിൽ മാല ജപിക്കുക. ഇത് നമ്മൾ ഡെയിലി ജപിക്കാൻ ഏകദേശം 10 മിനിറ്റ് എടുക്കുള്ളൂ. മാലയ്ക്ക് 50 രൂപ കാണും, ക്ഷേത്രത്തിൽ നമുക്ക് ഉണ്ടാവും. നമുക്ക് എല്ലാവർക്കും ഇത് മേടിച്ചിട്ട് ജപിക്കാവുന്നതാണ്. തുടങ്ങിയിട്ടില്ലാത്തവർക്ക് തുടങ്ങുക, മുടങ്ങാതെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എഫക്റ്റ് ആരും പറഞ്ഞു തരേണ്ട, സ്വയം അത് മനസ്സിലാകും. പക്ഷെ ചിലപ്പോൾ നമ്മുടെ മൂഡ് ഡിഫറെൻ്റ് ആണെങ്കിൽ ആ എഫക്റ്റ് വരാൻ താമസം എടുക്കും. നമുക്ക് ഹമ്പിളായിട്ട് വേണം ജപിക്കാനായിട്ട്, എളിമത്തത്തോടു കൂടി വേണം ജപിക്കാനായിട്ട്. ഇത് എനിക്ക് കിട്ടിയത് ഒരു അവസരമാണ്, ഭാഗ്യമാണ് എന്ന് എപ്പോഴും വിചാരിക്കും. എല്ലാവർക്കും ജപിക്കാൻ അവസരം കിട്ടുന്നില്ല. നമുക്കത് ജപിക്കാൻ കിട്ടിയത് ഭഗവാന്റെ ഒരു അഹേതുകമായ കാരുണ്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ ആ രീതിയിൽ തന്നെ എപ്പോഴും ജപിക്കുമ്പം കൃഷ്ണ എനിക്ക് ഇന്ന് ജപിക്കാൻ അങ്ങ് ഒരു അവസരം നൽകിയല്ലോ എന്നുള്ള സന്തോഷത്തിലും ഗ്രാറ്റിറ്റ്യൂഡിലും നന്ദിയിലും നമ്മൾ മുടങ്ങാതെ ജപിക്കുക. ഇത് ചെയ്യുമ്പം തീർച്ചയായിട്ടും ഈ ത്രിഗുണങ്ങളുടെ സ്വാധീനതയിൽ നമുക്ക് പുറത്തു വരാൻ പറ്റുകയും ഈശ്വരന്റെ സാക്ഷാത്കാരം നമുക്ക് കിട്ടുകയും നമുക്ക് ഈ ശരീരം അവസാനിപ്പിക്കുമ്പോൾ തിരിച്ച് ഈശ്വരന്റെ നാമത്തിലേക്ക് മടങ്ങിച്ചെല്ലാനും സാധിക്കും. അപ്പം അതാണ് നമുക്ക് ഈ ഒരു ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യം. എന്തെങ്കിലും സംശയങ്ങൾ ഈ പറഞ്ഞ കാര്യത്തിലുണ്ടെങ്കിൽ ചോദിക്കും. നാച്ചുറൽ ഇംപ്രൂവ് പറയുന്നത് ഞാൻ ഭക്തി ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പലപ്പോഴും ഞാൻ എന്നെ ഫോഴ്സ് ചെയ്താണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പം ഇന്ന ഭക്തൻ പറഞ്ഞിട്ടുണ്ട് നാമം ജപിക്കണം, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു, അല്ലെങ്കിൽ എനിക്കത് ചെയ്യണം, എനിക്കിഷ്ടമില്ല എങ്കിലും ഞാൻ ചെയ്യുന്നു. അങ്ങനെ നമ്മൾ പലപ്പോഴും ഭക്തി പരിശീലിക്കുന്നു. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, പ്രഭു മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു ആത്മാവിന് ഈശ്വരനോട് ഇഷ്ടമുണ്ട്, ആത്മാവിന് ഭഗവാനോട് സ്നേഹമുണ്ട്, അത് ഉള്ളിലുണ്ട്, ആ സ്നേഹമുണ്ട്. അപ്പൊ പ്രഭു സ്നേഹത്തോടെ ജപിച്ചാലും മടിയോടുകൂടി ജപിച്ചാലും ആ സ്നേഹം കാലക്രമേണ റിവീലായിട്ട് വരും. ഒരു ഉദാഹരണത്തിന് പ്രഭുവിനറിയാം തീ തൊട്ടാൽ പൊള്ളും, പ്രഭു അറിഞ്ഞോണ്ട് തൊട്ടാൽ പൊള്ളും, ഒരു കുട്ടി വന്ന് തൊട്ടാലും പൊള്ളും. അതേപോലെ ഈ തീ എന്ന് പറയുന്നത് ഈ നാമജപമാണ്, ഭഗവാന്റെ തിരുനാമങ്ങളാണ്. പ്രഭു മടിയോടുകൂടി ജപിച്ചാലും അറിഞ്ഞ് സന്തോഷത്തോടെ സ്നേഹത്തോടെ ജപിച്ചാലും ഇത്
എന്നാലും നമ്മൾ അതിനകത്ത് ആ രാജ്യത്തിൻ്റെ പല പല കാര്യങ്ങൾ, ഇപ്പം മാജി ഒരു സാധനം മേടിക്കുകയാണെങ്കിലും മാധവ്ജി ഇപ്പോൾ ഒരു കിലോ പഴം മേടിക്കുകയാണെങ്കിലും ആ പഴത്തിന് ഒരു ടാക്സ് മാജി അതിനകത്ത് കൊടുക്കുന്നുണ്ട്. അത് രാജ്യം എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ മാജിക്ക് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ അതിന് ആ ഒരു പ്രകൃതി ആയിട്ടുള്ള ഈ ശരീരം അതിനെ അനുവദിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ദഹിക്കണമെങ്കിൽ ശരീരം അനുവദിക്കണം. പല പല കണ്ടീഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നതാണ് നമ്മൾ സ്വതന്ത്രരാണ്, നമുക്ക് അസുഖം വരണ്ടെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അസുഖം വരുന്നുണ്ട്. വാർദ്ധക്യം വരണ്ടെന്ന് ആഗ്രഹമുണ്ട്, വാർദ്ധക്യം വരുന്നുണ്ട്. നമ്മളിവിടെ ഇരിക്കുമ്പോൾ തന്നെ അന്തരീക്ഷത്തിലെ പല പല ഘടകങ്ങളെ ആശ്രയിച്ചാണ് നമുക്ക് ഇവിടെ ഇരിക്കാനായിട്ട് പറ്റുന്നത്. ഇപ്പൊ ഭയങ്കര മഴയാണ്, ഒന്നും കേൾക്കാൻ പറ്റത്തില്ല, നമ്മൾ ഈ പറയുന്നൊന്നും കേൾക്കാൻ പറ്റത്തില്ല. ഭയങ്കര ചൂടാണെങ്കിൽ നമ്മൾ ഇവിടെ ഇരിക്കാനേ നമുക്ക് ഇവിടെ പറ്റത്തില്ല. ഭയങ്കര കാറ്റാണെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്ന് ക്ലാസ് ചെയ്യാനേ പറ്റത്തില്ല. നമ്മൾ എല്ലായിടത്തും ചുറ്റപ്പെട്ട് കണ്ടീഷൻ സ്റ്റേറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ബദ്ധാവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത്. നമ്മൾ ചെറിയ സ്വാതന്ത്ര്യമുണ്ട്. ഒരു നായ്ക്ക് വലിയൊരു കയറിട്ട് കെട്ടിക്കഴിഞ്ഞാൽ അത് അവിടെ എവിടെയൊക്കെ ഓടി കിടക്കും. അത് വിചാരിക്കുക സ്വാതന്ത്ര്യമാണ്, പക്ഷെ ആ കയർ എപ്പോഴും അവിടെ കിടക്കും. കുറേ ഓടിക്കഴിഞ്ഞാൽ പിടുത്തം ഉണ്ടാകും. ആ പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ നമ്മൾ എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തിരിച്ചു പോകണം, ഭഗവാന്റെ അടുത്തേക്ക് പോകണം. അവിടെ ഈ കണ്ടീഷനിങ് ഇല്ല. കാരണം ഈ ശരീരം, ഭൗതിക ശരീരമില്ല, ഭൗതിക എനർജി ഇല്ല. അവിടെ ഭഗവാനോടൊപ്പം തന്നെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ നമുക്ക് നിൽക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് 4 യമനിയമങ്ങളെ 4 pillars for regulative freedom, regulative principles of freedom എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴിയായിട്ടാണ് നമുക്ക്. ഞാൻ വേറൊരു ഉദാഹരണം കൂടെ മാജിക്ക് പറഞ്ഞുതരാം. അപ്പം കുറച്ച് മാജിക് ഒരു ഭൗതികമായ ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പം മാജി ഒരു പോലീസാണെന്ന് വിചാരിക്കും. പോലീസാണ് അല്ല, സോറി, ഞാൻ വേറൊരു ഉദാഹരണത്തിലേക്ക് പോകാം. വേറെ ഇങ്ങനെ ചിന്തിച്ച് ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു കുട്ടി ഒരു ക്ലാസ്സിൽ ഒരു തെറ്റ് ചെയ്തു എന്ന് വിചാരിക്കും. ഒരു തെറ്റായ പ്രവൃത്തി, എന്തെങ്കിലും മോഷ്ടിക്കുക എന്തെങ്കിലും ചെയ്തു. അപ്പം ടീച്ചർ അത് അറിഞ്ഞു. ടീച്ചർ അറിഞ്ഞപ്പോൾ എല്ലാ കുട്ടികളെയും ചോദ്യം ചെയ്തു. ഈ കുട്ടി പറഞ്ഞില്ല ഞാൻ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞില്ല. പക്ഷേ ആ കുട്ടി എപ്പോഴും ബദ്ധാവസ്ഥയിലാണ്. എപ്പോഴാണ് എന്നെ കണ്ടുപിടിക്കുന്നത് എന്നുള്ള ബദ്ധാവസ്ഥയിലാണ് കുട്ടി, എപ്പോഴും ബദ്ധാവസ്ഥയിലാണ്. അപ്പം നമ്മൾ ഭഗവാനാണ് നമ്മുടെ സ്രോതസ്. ഭഗവാനെ മറന്നിട്ട് ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ആ കുറ്റബോധം എപ്പോഴും നമുക്കുണ്ട്. നമുക്കെല്ലാ തന്ന ഭഗവാനെ നമ്മൾ മറന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ആ ഒരു കുറ്റബോധം നമ്മളെ ബന്ധിപ്പിച്ചിരിക്കുക. അതാണ് കുട്ടികൾക്കൊക്കെ ഇമ്മീഡിയറ്റ്ലി ആ കൗമാരപ്രായം എത്തുമ്പോഴേ തന്നെ എന്താണ് ജീവിതത്തിന്റെ അർത്ഥം എന്നൊക്കെ ചോദിക്കാനുള്ള ഒരു ഹൃദയത്തിലൊരു ആന്തലുണ്ടാവും. പക്ഷെ അത് നമ്മൾ അച്ഛനമ്മമാരായിട്ട് അതിനെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പറയും അതൊന്നും ചിന്തിക്കേണ്ട, ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട, എപ്പോഴും പൈസ ഇതുണ്ടാക്കും, ഡോക്ടറാവും, എഞ്ചിനീയർ ആവും നമ്മൾ പറഞ്ഞു. അപ്പോൾ എല്ലാവരുടെ ഹൃദയത്തിലും ആ ഒരു വിങ്ങലുണ്ട്. നമ്മൾ ഭഗവാനെ വിട്ടാണ് വന്നതെന്നുള്ളത്. അത് റിവൈവ് ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ അത് കിടക്കുന്നിടത്തോളം കാലം നമ്മൾ എന്ത് സ്വാതന്ത്ര്യം, എത്ര വലിയ രാജാവാണ്, എന്തെല്ലാം ഉണ്ടെങ്കിലും നമ്മൾ ബന്ധനസ്ഥനായില്ല. ആ ഒരു നമ്മുടെ യഥാർത്ഥ മൂല ഡിസീസ് ഭഗവാനിൽ നിന്ന് മാറി ജീവിക്കണം, അല്ലെങ്കിൽ ഭഗവാനെ ഒഴിവാക്കണം എന്നുള്ള മൂലമായ ആ അസുഖത്തെ കട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക് വരാനായിട്ട് പറ്റൂ. ശരീരമല്ല ആത്മാവാണ് എന്നുള്ള ബോധം എങ്ങനെയാണ് വരുത്തുന്നത് എന്നുള്ളത്. നമ്മൾ ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകമുണ്ട്, ദായതേ വിഷയാൻ പുംസ സംഗസ്തേഷു ഭജായതേ സംഗാ സഞ്ജായതേ കാമക്രോധാഭിജായതേ. ദായതേ വിഷയാൻ പുംസ സംഗസ്തേഷു ഭജായതേ. എന്തിനെ കുറിച്ചാണ് നമ്മൾ കോൺസ്റ്റന്റ്ലി മെഡിറ്റേറ്റ് ചെയ്യുന്നത്, നമ്മൾ അതായിട്ട് തീരും. ആ ബോധത്തിലേക്ക് വരും. അപ്പോൾ പ്രഭു
എപ്പോഴും ഭക്തന്മാരുടെ അസോസിയേഷനിലാണ്, പ്രഭു എപ്പോഴും ഭഗവത്ഗീതയുടെ അസോസിയേഷനിലാണ്, ഭാഗവത്തിൻ്റെ അസോസിയേഷനിലാണ്. എപ്പോഴും ഭക്തന്മാരുടെ ലെക്ചർ കേൾക്കും. ഭഗവാനെ കുറിച്ച് മറ്റുള്ളവർക്ക് പറയാനായിട്ട് ഉത്സാഹമുണ്ട്. അങ്ങനെ ആ ഒരു ബോധത്തിലാണ് പ്രഭു എപ്പോഴും തൻ്റെ ജീവിതത്തെ കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് പ്രഭുവിന് ഇത് വരും. പക്ഷെ അതേസമയം പ്രഭു ഭക്തനാണെങ്കിലും ഭൗതികപരമായിട്ടുള്ള ആൾക്കാരുമായിട്ടാണ് കൂടുതൽ അടുപ്പം കാണിക്കുന്നതെങ്കിൽ നമുക്ക് ശരീരമല്ല ആത്മാവാണെന്നുള്ള ബോധം വരാൻ താമസമെടുക്കും. നമ്മൾ എന്തിനെക്കുറിച്ചാണോ നിരന്തരം മെഡിറ്റേറ്റ് ചെയ്യുന്നത് അത് അനുസരിച്ചുള്ള ഒരു ലൈഫായിരിക്കും നമുക്ക് ചെയ്യുന്നത്. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഫ്രീ ടൈം കിട്ടും. അതാണ് ശ്രീല പ്രഭുപാദ് ഒരു വട്ടം വിഷ്ണുജന മഹാരാജ് കയറി വന്ന സമയത്ത് പ്രഭുപാദ് ഒരു മൃദംഗം ചൂണ്ടിക്കാണിച്ചിട്ട് പ്രഭുപാദ് പറഞ്ഞു, whenever I get free time I play some കീർത്തൻ. എനിക്ക് എപ്പോഴെങ്കിലും ഫ്രീ ടൈം കിട്ടിയാൽ ഞാൻ മൃദംഗം എടുത്ത് കീർത്തനം ചെയ്യും. അതേപോലെ എപ്പോഴും നമ്മൾ ഭഗവാനുമായിട്ടുള്ള അസോസിയേഷൻ നിൽക്കാനായിട്ട് ശ്രമിച്ചാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ഈ ശരീരമല്ല ആത്മാവാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട്. അതാണ് വലിയൊരു വഴിപോ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും മാറി നിൽക്കാവുന്നൊരു ചിന്ത വയ്ക്കരുത്. ചിലപ്പോൾ ഭക്തിയിൽ നമുക്ക് മറ്റുള്ളവരുടെ മറ്റുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ തോന്നും നമ്മൾ ഇതൊന്നും അല്ല, നമുക്കൊരു അവസരമില്ല, നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല, നമുക്ക് ഇവിടെ ഒരു വോയിസ് ഇല്ല, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ഒരു പ്രസൻസ് ഇല്ല, അല്ലെങ്കിൽ എന്നെ ഇവിടെ ആരും അവഗണിക്കുന്നു, ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊക്കെ ഒന്ന് മാറി നിന്നാലോ എന്നുള്ള തോന്നും. അത് ഒരു മായയുടെ ട്രിക്കാണ്. അത് കൂട്ടിക്കൊണ്ടിരിക്കും, ഭക്തി കൂട്ടിക്കൊണ്ടിരിക്കും. അറ്റ്ലീസ്റ്റ് നമ്മൾ സ്പിരിച്വലി അഡ്വാൻസ് ആവും. അതിൽ നമ്മൾ വീണു പോകരുത്. മായയുടെ ആ ഒരു മാറി നിൽക്കാം, അങ്ങനെ ഒരു ഇതിൽ വരാനായിട്ട് പാടില്ല. നല്ലൊരു ഉദാഹരണമുണ്ട് മാലിനി മാതാജിയുടെ. മാലിനി മാതാജി മായാപൂരിലെ പ്രഭുപാദിന്റെ സെർവൻ്റായിട്ട് നിൽക്കുകയാണ്. മാജി പ്രഭുപാദിന് കുക്കിംഗ് ഒക്കെ ചെയ്ത് പ്രഭുപാദിന് ഭക്ഷണമൊക്കെ കൊടുത്തു, അങ്ങനെ ഒക്കെയാണ്. അപ്പം പ്രഭുപാദ് എപ്പോഴും ആ കുക്ക് ഫുഡ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് കുറ്റം പറയും, അതിൻ്റെ മിസ്റ്റേക്കുകളെ കുറിച്ച് കുറ്റം പറയും. അപ്പം മാതാജി വിചാരിച്ചു, എനിക്ക് ഈ സർവീസ് മതിയായി, എനിക്ക് ഇവിടുന്ന് പോകണം, പ്രഭുപാദിൻ്റെ അടുത്തുനിന്ന് പോകണം. അപ്പോൾ ഒരു ദിവസം തീരുമാനിച്ചാൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ദിവസം പ്രഭുപാദിൻ്റെ ഗോഡ് ബ്രദേഴ്സൊക്കെ, മായാപൂർ ആയതുകൊണ്ട് ഗോഡ് ബ്രദേഴ്സൊക്കെ വന്നപ്പം പ്രഭുപാദ് അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ സമയത്ത് പ്രസാദം കൊണ്ടുവരണം, അവർക്ക് വരാനേ വയ്യ, ഞാൻ അവിടെ കൊണ്ടുവച്ച് അപ്പോൾ അവിടെ വെച്ച് എന്നെ വെച്ച് എല്ലാം വഴക്ക് പറയും എന്ന് പറഞ്ഞു. അതുകൊണ്ട് മാലിനി മാജിക്ക് വരാൻ ഭയങ്കര മടിയാണ്. ഞാൻ ഈ സേവനം ചെയ്യുന്നില്ല, ഇന്ന് തന്നെ ഇത് നിർത്താം, നാളെ നിർത്താമെന്ന് വിചാരിച്ച് ഇന്ന് തന്നെ നിർത്താമെന്ന് വിചാരിച്ച് അവരിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവര് അവസാനം എന്തായാലും പ്രഭുപാദം ഉണ്ട്, ഞാനിവിടെ ഉണ്ട്, എന്തായാലും ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കൊണ്ടുവരാം എന്ന് പറഞ്ഞ്
തുടർന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കണം? Prabhu, how I will remember Krishna when my mind wander between Trigunas? പ്രസാദം കഴിച്ചിട്ട് പോകണം മാജി. ഇപ്പൊ ഞാൻ എൻഡ് ചെയ്യാണ് മാജി, കഴിഞ്ഞു. ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു മിനിറ്റ് ഞാൻ നിർത്താം. How I will remember Krishna when my mind wander between Trigunas as I continue changing my gunas. നാമജപം തന്നെയാണ് മാജി അതിൻ്റെ ഉത്തരം. ഏത് ഗുണത്തിനും നമുക്ക് നാമം ജപിക്കാം. നമുക്ക് വേണമെങ്കിൽ ഉറങ്ങിയിരുന്ന് ജപിക്കാം, ഓടി നടന്ന് ജപിക്കാം, നമുക്കൊരു സ്ഥലത്ത് സമാധാനമായിട്ട് ജപിക്കാം. പക്ഷെ നമ്മൾ നാമജപം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ത്രിഗുണത്തിൻ്റെ സ്വാധീനതയിൽ നിന്ന് പുറത്തു വരാൻ പറ്റും. അതാണ് എല്ലാ ആചാര്യന്മാരും പറയുന്നത്. ഹരേർനാമ ഹരേർനാമ ഹരേർനാമേവ കേവലം കലവ് നാസ്തീവ നാസ്തീവ ഗതിരന്യം. നമ്മൾ നാമജപം കുറയ്ക്കുന്നതോ നമ്മുടെ ക്വാളിറ്റി കുറയ്ക്കുന്നതോ കൊണ്ടാണ് നമുക്ക് ത്രിഗുണങ്ങളുടെ സ്വാധീനത വരുന്നത്. അപ്പം നമുക്ക് എന്തെങ്കിലും ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും ഇൻറ്റൻസ് ആയിട്ട് നാമം ജപിച്ചാൽ മതിയാവും. എല്ലാം അതിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ പറ്റും. ഇന്നത്തെ നമ്മുടെ പ്രസാദം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഗ്രേസ് ജ്യോതിർമയി മാതാജിയാണ്. മാതാജിയുടെ സ്പിരിച്വൽ ലൈഫിന് വേണ്ടി നമുക്ക് 3 വട്ടം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കും. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. എല്ലാ ആഴ്ചയിലും ഇതുപോലെ ബുധനാഴ്ച സത്സംഗം ഉണ്ടാവും. അപ്പം എല്ലാവരും മുടങ്ങാതെ വരാനായിട്ട് ശ്രമിക്കുക. ആ റെഗുലർ ആയിട്ടുള്ള സത്സംഗം നിങ്ങൾക്ക് സ്പിരിച്വലി ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാക്കും.